സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ പിരിവിന് തടസ്സങ്ങൾ നീങ്ങുകയാണ്. എതിർപ്പുകൾ അവഗണിച്ച് കിഫ്ബി റോഡുകളിലെ യൂസർ ഫീ പിരിവിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു LDF. വരുമാനമുണ്ടാക്കി കിഫ്ബിയെ സംരക്ഷിക്കുന്നതിന് നടപടിയെടുക്കണം എന്നാണ് ഇടതുമുന്നണിയുടെ സർക്കുലറിൽ പറയുന്നത്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനും ഇടതുമുന്നണി നേരത്തെ തീരുമാനിച്ചിരുന്നു. LDFിലെ ഘടകകക്ഷികൾ യൂസർ ഫീ പിരിക്കുന്നതിന് എതിരായിരുന്നു. പലരും എതിർപ്പറിയിച്ചു. എന്നാൽ CPM യൂസർ ഫീ പിരിക്കുന്നതിന് അനുകൂലമായ നിലപാടെടുത്തു. ഒടുവിൽ അന്തിമ തീരുമാനവും അതായി മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് തിരിച്ചടിയാകുമെന്നായിരുന്നു CPIയുടെ ആശങ്ക. LDF യോഗത്തിൽ മറ്റു ചില ഘടകകക്ഷികളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും CPM നേതൃത്വം പരിഗണിക്കുന്നതേയില്ല. LDF സർക്കുലറിൽ വ്യക്തമാകുന്നതും ഇതുതന്നെ. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷമുണ്ടാക്കാത്ത നടപടികളാണ് കിഫ്ബിക്ക് ആവശ്യം. കിഫ്ബി സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നും ഇടതുമുന്നണി നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യൂസർ ഫീ പിരിക്കുന്നതിന് സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു ഇടതുമുന്നണി യോഗശേഷം കൺവീനറുടെ വിശദീകരണം. മദ്യനിർമ്മാണശാല പാടില്ലെന്ന് CPIയും RJDയും കട്ടായം പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ചെവിക്കൊണ്ടില്ല. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടു പോകുമെന്ന് LDF തീരുമാനിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ RDO അനുമതി നിഷേധിച്ചിരുന്നു. CPI കൂടി ഉൾപ്പെടുന്ന LDFിൽ തീരുമാനം വന്ന സാഹചര്യത്തിൽ RDOയുടെ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതോ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ കമ്പനി വാങ്ങിയ 24 ഏക്കറിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ RDO അനുമതി നൽകുമോ? മറ്റെല്ലാ വിവാദ തീരുമാനങ്ങളെ പോലെ ബ്രൂവറിയിലും കിഫ്ബി റോഡുകളിലെ യൂസർ ഫീ പിരിക്കുന്നതിലും സർക്കാരും മുഖ്യമന്ത്രിയും തീരുമാനിച്ചു. LDF അംഗീകരിച്ചു. അതാണ് LDF സർക്കുലറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.